നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വാശിയുടെ പുറത്ത് പറയുന്നതല്ല, കൂറ്റനാട് ടൗൺ നവീകരണം ആര് മുടക്കാൻ ശ്രമിച്ചാലും നടത്തിയിരിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. നാട് നന്നാവാനുള്ള പദ്ധതികൾ നടപ്പാക്കിയെടുക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണ വേദിയിലാണ് മന്ത്രി എം.ബി. രാജേഷ് ഇക്കാര്യം അറിയിച്ചത്. കൂറ്റനാട് ടൗൺ നവീകരണത്തിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും എതിർപ്പുയരുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. വളരെ സന്തോഷത്തോടെ ആണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. തൃത്താല മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത, സംസ്ഥാന പാത. ആ സംസ്ഥാന പാത വീതി കൂട്ടി മികച്ച നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റുന്നതിൻ്റെ പണി ഇന്ന് ആരംഭിക്കുകയാണ്. ഇത് തൃത്താലയ്ക്കുള്ള ഓണസമ്മാനമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, 64 കോടിയിലധികം രൂപയാണ് സർക്കാർ RKI ഫണ്ടിൽ നിന്ന്, RKI എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, ആ ഫണ്ടിൽ നിന്ന് ഇതിനനുവദിച്ചത്. നമ്മുടെ ബാക്കി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാ റോഡുകൾക്കും നവീകരണവും പുനരുദ്ധാരണവും ആവശ്യമായ മണ്ഡലമായിരുന്നു തൃത്താല. എല്ലാ റോഡുകളും ഏതാണ്ട് 25 വലിയ റോഡുകൾക്കാണ് ഈ 4 കൊല്ലം കൊണ്ട് ഫണ്ട് അനുവദിക്കേണ്ടി വന്നത്. 25. കേരളത്തിലെ ഒരു മണ്ഡലത്തിനും ഇത്രയധികം റോഡുകൾ ഒന്നിച്ച് നന്നാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ആവശ്യമുള്ള രണ്ടാമത്തെ റോഡ് ഇതായിരുന്നു. ഇതിൽ ഫണ്ട് കണ്ടെത്താനാണ് അല്പം ബുദ്ധിമുട്ടിയത്. അങ്ങനെയാണ് അവസാനം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് അതിൽ ഉൾപ്പെടുത്തി ഈ തുക അനുവദിച്ചത്. 13 കിലോമീറ്ററിന് 64 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5 കോടി ഒരു കിലോമീറ്ററിന് വീതി കൂട്ടി ഗംഭീരമായിട്ടുള്ള റോഡായിട്ട് ചെയ്യാനാണ് സർക്കാർ ഒരു പിശുക്കുമില്ലാതെ ഈ തുക അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു. ഒരു കമ്പനിക്കാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഇതധികം ദിവസമായിട്ടില്ല ടെൻഡർ കഴിഞ്ഞിട്ട്, പക്ഷെ എത്രയും പെട്ടെന്ന് ഒട്ടും സമയം പാഴാക്കാതെ ഉത്രാടപ്പാച്ചിലിൽ നാട്. പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും അവസാന ഘട്ടത്തിൽ മലയാളിക്ക് ഒരു പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിൽ. പച്ചക്കറി, പഴം, വറവ്, പൂവ്, വസ്ത്രം, സദ്യ തുടങ്ങി ഒരുക്കങ്ങൾ ഏറെയുണ്ടല്ലോ തിരുവോണത്തിന്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വൈകിയും വിപണി സജീവമായിരിക്കും. 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവോണം എത്തുമ്പോൾ ഒന്നിലും കുറവ് വരുത്തരുതെന്ന് മലയാളിക്ക് നിർബന്ധമാണ്. പഴയ ചടങ്ങിന് മങ്ങലേൽക്കാതെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലൂടെ വേണം ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട്. എല്ലാവരും ചേർന്ന വീട്ടിൽ തന്നെ സദ്യയുണ്ടാക്കി ഒത്തുകൂടുന്നവർ. അതേസമയം പുതിയ തലമുറ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. ഇൻസ്റ്റന്റ് ഓണമാണ് ഇക്കൂട്ടർക്ക് താല്പര്യം. വിരൽത്തുമ്പിൽ എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ച് ഓണം കളറാക്കുന്നു. അത് കഴിഞ്ഞ് കുടുംബമായും കൂട്ടുകാരുമായും യാത്ര നടത്തുക, നല്ല സിനിമ കാണാൻ പുറത്തു പോവുക തുടങ്ങി മലയാളികൾ എവിടെയായാലും ഓണം കളർഫുള്ളാണ്. ചിങ്ങമാസത്തിലെ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങി. വെള്ളിയാഴ്ചയാണ് തിരുവോണം. ഗതകാല സ്മരണയിൽ മലയാളികൾക്ക് വീണ്ടും ഒരു തിരുവോണം വന്നെത്തുകയാണ്. ഉത്രാടപ്പാച്ചിലിനൊടുവിൽ മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നാടും നഗരവുമെല്ലാം ആഘോഷ തിമർപ്പിലാണ്. അത്തംനാൾ മുതൽ 10 ദിവസം വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കിയാണ് മലയാളികൾ ഓണാഘോഷത്തെ വരവേൽക്കുന്നത്. വള്ളുവനാടിലെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലും ഇന്നും പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് ഓണാഘോഷം കൊണ്ടാടുന്നത്. ഉത്രാടം നാളിൽ വീട്ടുമുറ്റങ്ങളിലെ പൂത്തറയിൽ തൃക്കാർപ്പിനെ വയ്ക്കുന്ന ചടങ്ങുകളും ഇന്നും വള്ളുവനാട്ടിലെ പല ഗ്രാമീണ മേഖലകളിലും കാണാനാവുന്ന ഓണക്കാഴ്ചകളാണ്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായാണ് മലയാളികൾ ഓണാഘോഷം കൊണ്ടാടുന്നത്. പണ്ട് നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നതുൾപ്പെടെയുള്ള നിരവധി ഐതിഹ്യപ്പെരുമയാണ് ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. മലയാളികളുടെ ദേശീയ ഉത്സവം കൂടിയാണ് ഓണം. സമ്പദ് സമൃദ്ധിയുടെ ഓണനാളുകളെ വരവേറ്റ് മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കുകയാണ്.
ഓഗസ്റ്റ് 27 മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് 2025 പ്രൗഢഗംഭീര സമാപനം. സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം വിളിച്ചോതിയ ഓണം ഫെസ്റ്റ് ആഘോഷം ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന കലാപരിപാടികളാലും ശ്രദ്ധേയമായിരുന്നു. കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയുടെ മാറ്റുകൂട്ടി. വനിതാ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മത്സര ഇനങ്ങളിൽ കരുത്തുകാട്ടി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം കരസ്ഥമാക്കി. നാഗലശ്ശേരി തൃത്താല ഗ്രാമപഞ്ചായത്തുകൾ യഥാക്രമം 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 29-ന് നടന്ന പൂക്കള മത്സരത്തിൽ ICDS തൃത്താല 1ാം സ്ഥാനവും കൃഷിവകുപ്പ്, എഞ്ചിനീയറിംഗ് വിംഗ് എന്നിവർ 2ാം സ്ഥാനവും സാക്ഷരതാ മിഷൻ, ക്ഷീരവികസന വകുപ്പ് എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T സുഹറ, ഷറഫുദ്ദീൻ കളത്തിൽ, K ജയ, ജനപ്രതിനിധികളായ KP ശ്രീനിവാസൻ, PN മനോമോഹൻ, PV പ്രിയ, ഷെറീന ടീച്ചർ, കുബ്ര ഷാജഹാൻ, ധന്യ സുരേന്ദ്രൻ, K അനീഷ്, മാളിയേക്കൽ ബാവ, M ശ്രീലത, സെക്രട്ടറി K ചന്ദ്രദ, C ബിന്ദു, ഉഷാബി എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ 2ാം തീയതി രാവിലെ നമ്മൾ ആശാവർക്കർമാർക്കുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സിവിൽ പോലീസ് ഓഫീസർ അർജുനാണ് മരിച്ചത്. പട്ടാമ്പി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ അർജുനെയാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ കെട്ടിടത്തിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. 36 വയസ്സാണ്. പാലക്കാട് കൊടുന്തുരുത്തിപ്പള്ളി സ്വദേശിയായ അർജുൻ ഷൊർണൂർ പരുത്തിപ്പറയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസം. സംഭവം അറിഞ്ഞ് മരണകാരണം വ്യക്തമല്ല. ഷൊർണൂർ സബ് ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ക്വാറിയിലെ അനിയന്ത്രിതമായ പാറ പൊട്ടിക്കൽ മൂലം വീടുകളുടെ തറയും ചുറ്റുമതിലും തകർന്നതായി പരാതി. നാഗലശ്ശേരി പഞ്ചായത്തിലെ 3ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്വാറിയുടെ സമീപ പ്രദേശത്തെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചതായി പരാതിയുള്ളത്. തട്ടത്താഴത്ത് ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ വീടിനും TV ഉബൈദിന്റെ വീടിനുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. ചുറ്റുമതിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. ക്വാറിയിൽ നടക്കുന്ന ഖനനത്തിനായി നടത്തിയ അതിശക്തമായ പാറ പൊട്ടിക്കലിൽ ഉണ്ടായ കുലുക്കത്തിലാണ് അപകടം നടന്നത്. അപകട സമയത്ത് പരിസരങ്ങളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അനധികൃതമായി നടത്തുന്ന പാറ പൊട്ടിക്കൽ നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതിയും നൽകി. ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്നാണ് വീട്ടുകാരുടെ തീരുമാനം. വീടിൻ്റെ ഭാഗമായിട്ടുള്ളിടത്താണ് വീടിൻ്റെ തറയും ചുറ്റുമതിലും എല്ലാം തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അവിടെ ആരും ആ സമയത്ത് ഇല്ലാണ്ടിരുന്നത് നന്നായി എന്നാണ് പറയാനുള്ളത്. ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണത്തെ നമ്മൾ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടപ്പുറത്ത് തന്നെ കമ്പനി വളപ്പിൽ അതിശക്തമായ രീതിയിൽ ബ്ലാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ബ്ലാസ്റ്റിംഗ് നടന്ന സമയത്ത് ഏകദേശം 10-10:30 സമയത്ത് അതിശക്തമായിട്ടൊരു ബ്ലാസ്റ്റ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് ഇളകിയിട്ട് സ്ഥലത്തിലേക്ക് പെട്ടുപോകേണ്ടത്. അപ്പോൾ അനധികൃതമായി കൂലി നടത്തുക മാത്രമല്ല, ഇത്തരത്തിൽ ജനദ്രോഹം ചെയ്യുന്നൊരു പ്രവർത്തനം കൂടെ തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇതിനെതിരെ ശക്തമായി അധികൃതർ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്.
പട്ടാമ്പിയിൽ സ്വലസിന്റെ സ്നേഹസംഗമവും ഓണാഘോഷവും സിനിമാ താരം അനുമോൾ ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ സംഘടനയായ സൊലൈസിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ സ്നേഹസംഗമവും ഓണാഘോഷവും ഒരുക്കിയത്. പട്ടാമ്പി ലയൺസ് ഭവനിൽ വെച്ചായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. സിനിമാ താരം അനുമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ഇങ്ങനൊരു കൂട്ടായ്മ ഞാൻ ഈ സൊലൈസ് എന്നുള്ള പേര് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവരെ കാണുന്നതും നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി കൂടുതൽ അറിയുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു കൂട്ടം ആളുകൾ പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ ചേർത്ത് നിർത്താൻ മനസ്സുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി കഴിയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് അറിയുന്നത് എനിക്കൊരു വലിയ അഭിമാനവും സന്തോഷവും തന്നെയാണ്. നമ്മൾ എല്ലാ മക്കളുടെ അടുത്തും എല്ലാവരും കേൾക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ ഇല്ലാതെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. എന്താണ് കേൾക്കാനില്ല, തിരിയില്ലേ ചേച്ചിക്ക്? ആരാണ്? എന്താണ് മോന്റെ പേര്? ആര്യൻ. ആയാൻ. മരിയ. മരിയ ഐ ലവ് യു. മരിയ. നല്ല ഉടുപ്പൊക്കെയാണല്ലോ മരിയം വെട്ടിക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, സുന്ദരിയായിട്ടുണ്ട്. സൊലൈസിലെ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തക നൈന ഫെബിൻ ഓണ സന്ദേശം നൽകി. തുടർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു. ശ്രുതിപ്പെട്ടു കസറവരിടം കരിന്തെടുത്ത് മാനം വീടും ഒരു നാസിയ. സൊലൈസിലെ അംഗങ്ങളായ കുട്ടികളുടെ അമ്മമാരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സൊലൈസ് ട്രസ്റ്റ് മെമ്പർ EK ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. അനു സുരേഷ്, ചന്ദ്രമോഹൻ, വിജയൻ, രാധാമണി, ഫാത്തിമ, കൃഷ്ണകുമാർ, ഹരിദാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പട്ടാമ്പി പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഓണാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻകാലങ്ങളിൽ ഓണാഘോഷിക്കുക ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രമാണ് അന്ന് ഓണം ഉണ്ടായിരുന്നത്. അന്ന് ഉള്ളവൻ ഉള്ളതുപോലെ ആഘോഷിക്കും, ഇല്ലാത്തവൻ ഇല്ലാത്തതുപോലെ. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ദേശീയ ഉത്സവമാണ് ഓണം. നമുക്കറിയാം, മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ വിദേശങ്ങളിലായാലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നാളെ ഉത്രാടം ഓണമായി, അത് കഴിഞ്ഞ് തിരുവോണമായി. അപ്പോൾ എല്ലാവരും ഓണത്തിന്റെ ആ തിരക്കിലും ഇവിടെ ഇത്രയും നിറഞ്ഞൊരു സദസ്സ് എന്തായാലും കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറായി പിന്നീടാണ് പ്രസിഡന്റ് ആയത്.
എന്തായാലും ഇവിടെ വന്നത് മുതൽ തന്നെ നിങ്ങളൊക്കെ കാണാൻ തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു ഭാഗമായി നിങ്ങളുടെ കൂടെ ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഈ കാലയളവിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പ്രതീക്ഷയുടെ പരിപാടി നടക്കുമ്പോൾ നിങ്ങളൊക്കെ കാണാനും അതിലൊരു പങ്കാളിയാവാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷ പക്ഷെ മറ്റുള്ളവരുടെ ഒരു സഹായം കൊണ്ടാണ് നിങ്ങൾക്കുള്ള ആ ഒരു പ്രതീക്ഷ എല്ലാ വർഷവും എല്ലാ ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷമത്തിലും സന്തോഷത്തിലും. പ്രതീക്ഷ പ്രസിഡന്റ് വി വസന്ത അബ്ദുഷിയായിരുന്നു. TK നാരായണദാസ് ഓണ സന്ദേശം നൽകി. ഓണക്കിറ്റുകളുടെ വിതരണം പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ നിർവഹിച്ചു. പ്രതീക്ഷ സെക്രട്ടറി പുഷ്പലത, ഹബീബ്, ഫാരിസ്, ബിന്ദു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓണക്കിറ്റ് വിതരണവും ഉണ്ടായിരുന്നു. പട്ടാമ്പി കരിമ്പുള്ളിയിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനം ശ്രദ്ധേയമായി. പട്ടാമ്പി കുളപ്പുള്ളി നസ്രുത്തുൽ ഇസ്ലാം മദ്രസ സുന്നി ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നബിദിന പരിപാടിയുടെ ഭാഗമായി സെയ്ലാബ് എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. ശാസ്ത്ര സാങ്കേതിക പരീക്ഷണ നിരീക്ഷണ കൗതുകങ്ങൾ കൊണ്ട് പ്രദർശനം ശ്രദ്ധേയമായിരുന്നു. SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് അസ്കരി പാലത്തറ ഗേറ്റ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിലേക്കും നിയോഗിതനായിട്ടുള്ള പ്രവാചക പ്രഭുവാണ്. അതുകൊണ്ട് തന്നെ കാലാന്തരങ്ങളായി മാറി വരുന്ന തലമുറകൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾക്കൊക്കെ വെളിച്ചമേകുന്ന സന്ദേശങ്ങളാണ് പ്രവാചക നിയോഗത്തിലൂടെ ലോകത്തിന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. പൂർവ്വ പ്രവാചകർക്ക് നൽകിയ ഓരോ വേദഗ്രന്ഥങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ എന്ന അമാനുഷികത എന്ന് നമുക്കൊക്കെ വായിക്കാൻ കഴിയും. ഈ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ സകല സാഹചര്യങ്ങളെയും സംഭവ വികാസങ്ങളെയും കുറിച്ച് വ്യക്തമായോ സൂചകമായോ പരാമർശമുണ്ട് എന്നതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതിന്റെ സാഹിത്യരംഗം നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ അവതരണ പശ്ചാത്തലത്തിലെ ആളുകൾ എന്ന് പറയുന്നത് അബ്ദുള്ള അദ്നി, മുഷ്താഖ് സക്കാഫി, ഹർഷാദ് ആഫ്ലി, ബിലാൽ സക്കാഫി, മുഹമ്മദ് കുട്ടി ഹാജി, സൈഫുദ്ദീൻ ഹാജി, സൈനുദ്ദീൻ പൂവക്കോട്, നാസർ VT, അയൂബ് ET, സുലൈമാൻ V തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ പ്രദർശനം കാണുവാൻ എത്തിയിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റന്റ് ആണ്. എവിടെ എപ്പോൾ എന്ത് വേണമെങ്കിലും ഞൊടിയിടയിൽ സജ്ജീകരിക്കാം. ലൈഫ് മൂടാക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ലെന്ന് ചുരുക്കം. പാപ്പാളിയിൽ നിന്ന് രതി നൽകിയ ദൃശ്യം. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.